ഡോക്ടർ ഹാരിസിനെതിരെ നടപടി ഉണ്ടാകില്ലെന്ന് ആരോഗ്യവകുപ്പ്. അധ്യാപക സംഘടനയായ KJMCTAയ്ക്കും ആരോഗ്യവകുപ്പ് ഉറപ്പു നൽകി. നോട്ടീസ് നൽകിയത് സ്വാഭാവിക പ്രക്രിയ മാത്രമെന്നും ആരോഗ്യവകുപ്പ് പറയുന്നു. PR പ്രവീണയാണ് വിവരങ്ങളുമായി നമുക്കിപ്പോൾ ഉള്ളത്. പ്രവീണ, ഗുഡ് മോർണിംഗ്. ഈ ഡോക്ടർ ഹാരിസിനെതിരെ വാർത്താ സമ്മേളനം നടത്തിയത് പോലും തെറ്റായി പോയെന്ന് പിന്നീട് ഈ ആശുപത്രി അധികൃതർക്ക്, മെഡിക്കൽ കോളേജ് അധികൃതർക്കൊക്കെ തോന്നിയ സാഹചര്യമാണ്. KJMCTA വലിയ പിന്തുണ ഡോക്ടർക്ക് നൽകിയിരുന്നു. ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്ന ഉറപ്പുകൾ എങ്ങനെയൊക്കെയാണ്? വിശദീകരണം എന്തൊക്കെയാണ്? അതായത് ഡോക്ടർ ഹാരിസിനെതിരെ പറയാവുന്നതൊക്കെ നേരിട്ടും അല്ലാതെയും ആരോഗ്യവകുപ്പ് പറഞ്ഞു കഴിഞ്ഞു. ആരോഗ്യവകുപ്പിന്റെ ലക്ഷ്യം ഏതാണ്ട് സാധ്യമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നടപടികൾ ഉണ്ടാകില്ല എന്നുള്ളൊരു ഉറപ്പ് കൂടിയാണ് ഇപ്പോൾ അധ്യാപക സംഘടനയായ KJMCTAയ്ക്ക് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം KJMCTAയുടെ സെൻട്രൽ കമ്മിറ്റി യോഗം ഉണ്ടായിരുന്നു. ഇതിനുശേഷമാണ് വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ നോട്ടീസ് നൽകുന്നത് സ്വാഭാവിക പ്രക്രിയയാണ്, അത് ചെയ്യാതിരിക്കാനാകില്ല, അതുകൊണ്ട് അത് ചെയ്തു. മറ്റ് നടപടിക്രമങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല, ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക നടപടിയോ ഒന്നും ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിനെ സമൂഹ മധ്യത്തിൽ അപമാനിക്കാൻ ശ്രമിച്ച കാര്യങ്ങൾക്ക് മറുപടി വേണമെന്നുള്ള നിലപാട് KJMCTA ആവർത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ ഉപകരണം കാണാതായ വിഷയത്തിലും തുടർന്ന് അദ്ദേഹത്തിന്റെ മുറി തുറന്ന് പരിശോധിച്ചതിലുമൊക്കെ അദ്ദേഹത്തിന്റെ മുറിയിൽ ആരോ കയറി എന്നുള്ള ആരോപണവും ഒക്കെ നിലനിൽക്കെ ഇതിൽ സ്വതന്ത്രമായ ഒരു അന്വേഷണം വേണമെന്ന നിലപാട് ഇവർ ആരോഗ്യമന്ത്രിയെയും അറിയിച്ചിട്ടുണ്ട്. ശരി, ഓക്കെ പ്രവീണ, ശരി. ഈ പറയുന്ന പോലെ തന്നെയാണ്, ഒരു മനുഷ്യനെ അപമാനിക്കേണ്ടതിൻ്റെ അങ്ങേയറ്റമൊക്കെ അപമാനിച്ചു. ആ മനുഷ്യൻ തെറ്റെന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് പേരുടെ മുന്നിൽ പോയി സാധാരണക്കാരായ മനുഷ്യർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ആശുപത്രി, ആ ആശുപത്രിയിലെ ഉപകരണ ക്ഷാമത്തെക്കുറിച്ച് പറയേണ്ടവരോടൊക്കെ പലവട്ടം പറഞ്ഞു. എല്ലാ വാതിലുകളും മുട്ടി, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അങ്ങനെയെങ്കിൽ പൊതുമധ്യത്തിൽ വന്ന് പറയാം. അങ്ങനെ അദ്ദേഹം പറയുന്നു. ആ ആവശ്യങ്ങളൊക്കെ നിറവേറുന്നു. പിന്നീട് ആ ഒരു ഡോക്ടറെ, ആ ഒരു മനുഷ്യനെ എത്രയൊക്കെയാണ് ഇവിടുത്തെ ആരോഗ്യ വകുപ്പും നേതാക്കളും സർക്കാരും ഒക്കെ വേട്ടയാടിയത് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടേയിരുന്നു. ഇന്നലത്തെ വാർത്താ സമ്മേളനം നമുക്ക് ഈ ആദ്യം ഉപകരണം കാണാതെ പോകുന്നു എന്ന് പറയുന്നു, പിന്നീട് ഒരു പെട്ടി കണ്ടെത്തുന്നു, അത് ദുരൂഹത ആരോപിക്കുന്നു, പിന്നീട് എല്ലാം സർവത്ര പൊളിഞ്ഞ അവസ്ഥയിലൊക്കെ വന്നു. ഇപ്പോൾ നടപടിയൊന്നുമില്ല എന്നൊരു ഉറപ്പ് കൂടി നൽകിയിട്ടുണ്ട്. PR പ്രവീണയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.